കുംഭാര സമുദായത്തിന്റെ പ്രശ്നങ്ങൾ കേട്ടറിയാൻ കുംഭാര കോളനി സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിൽ ഉപജീവനമാക്കിയ സമുദായത്തിലെ 100ഓളം അംഗങ്ങളെയാണ് സുരേഷ് ഗോപി നേരിട്ട് കണ്ടത്. സമുദായത്തിന് ഒപ്പമുണ്ടെന്നും കഴിയുന്ന സഹായങ്ങൾ ചെയ്യുമെന്നും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. തൃശൂർ നടത്തറ പഞ്ചായത്തിലെ പരമ്പരാഗത മൺപാത്ര നിർമ്മാണം നടത്തുന്ന കുംഭാര സമുദായാംഗങ്ങളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയത്. പഞ്ചായത്തിലെ 1, 13, 16, 17 വാർഡുകളിലും തൃശൂർ കോർപ്പറേഷനിലെ 21ാം വാർഡിലുമുള്ള 100ഓളം സമുദായ അംഗങ്ങളെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കണ്ടത്. മൺപാത്ര നിർമ്മാണത്തിന് കളിമണ്ണിന്റെ ലഭ്യതക്കുറവ്, സമുദായത്തിന് ഖാദി കമ്മീഷൻ അനുവദിച്ച ഭൂമി കോൺഗ്രസ് ഭരിക്കുന്ന നടത്തറ ഫാർമേഴ്സ് കോർപ്പറേറ്റീവ് സഹകരണ സംഘം കയ്യേറിയതടക്കമുള്ള കാര്യങ്ങൾ സമുദായ അംഗങ്ങൾ കേന്ദ്രമന്ത്രിയെ അറിയിച്ചു. കുംഭാര സമുദായത്തിനൊപ്പം ഉണ്ടാകുമെന്നും സഹകരണ സംഘം കയ്യേറിയ ഭൂമിക്ക് വേണ്ടി സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും കൂടെ കാണുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉറപ്പു നൽകി. ഒരു പകുതിക്ക് താഴെ വിഷയങ്ങൾ എനിക്ക് അറിയാവുന്നതാണ്. പക്ഷെ അതിനേക്കാൾ വലിയ ദ്രോഹം ഒരുപക്ഷെ നിങ്ങൾ ഇത്രയും കാലം പേറിക്കൊണ്ടിരിക്കുന്നു. അത് തുടരുന്ന കാര്യത്തിൽ ആ ദ്രോഹം നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടൽ ഉടനെ ഉണ്ടാവും എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് ഇപ്പൊ പറയാൻ പറ്റൂ. ഇടപെടലുണ്ടാവും. അതിന് നമുക്ക് നിയമപരമായി എന്ത് അവകാശ പുനഃസ്ഥാപനമാണോ നിങ്ങൾക്ക് ആവശ്യമായി വരുന്നത്, അത് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും അതിനുള്ള തുടക്കം കുറിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ എൻ്റെ പാർട്ടി പ്രവർത്തകരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പരമോന്നത നീതിപീഠം വരെ പോകേണ്ടി വന്നാലും പോകാനുള്ള ഒരു പ്രതലം നമ്മൾ ഉടനെ തയ്യാറാക്കി തുടങ്ങും. സഹകരണ സംഘം കയ്യേറിയിരിക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് കുംഭാര സമുദായം. മൺപാത്ര നിർമ്മാണ കുലത്തൊഴിലിൽ നിന്ന് പോകാതിരിക്കാൻ 50 പേർക്ക് തൊഴിൽ നൽകുന്ന ആധുനിക സംരംഭ യൂണിറ്റ് തുടങ്ങാൻ സഹായം വേണമെന്നും കേന്ദ്രമന്ത്രിയോട് സമുദായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ വാര്യർ, നടത്തറ BJP ഏരിയ പ്രസിഡന്റ് സജിത ബാബുരാജൻ തുടങ്ങിയവർ കേന്ദ്രമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ജനം, തൃശൂർ.